കോടിയേരിയുടെ പേരിലുള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന്റെ മറവിൽ ക്രമക്കേട്. 1 കോടിക്ക് കണക്കില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് ആസ്ഥാന മന്ദിരമുണ്ടാക്കാൻ നടത്തിയ ധനസമാഹരണത്തിന്റെ മറവിൽ നടന്നത് ലക്ഷങ്ങളുടെ ക്രമക്കേട്. 1 കോടിയോളം രൂപയ്ക്ക് കണക്കില്ലെന്ന പരാതിയാണ് 2 വർഷമായി നേതൃത്വത്തിന് മുന്നിലുള്ളത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ വിഷയം വീണ്ടും ചർച്ചയായതോടെ കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി രമേശനെ സ്ഥാനത്ത് നിന്നും നീക്കി അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിച്ചതെന്നാണ് വിവരം. പയ്യന്നൂരിലെ ഫണ്ട് പിരിവിന്റെ കണക്കുകൾ 8 വർഷമായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ ഉഴലുന്ന പാർട്ടിക്ക് കണ്ണൂരിലെ ക്രമക്കേട് കൂടുതൽ തലവേദനയായിരിക്കുകയാണ്. CPM നേതൃത്വത്തിന് മുന്നിലുള്ള പരാതികളുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്. കണ്ണൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി രമേശൻ ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി തെക്കി ബസാറിൽ 30 വർഷം പഴക്കമുള്ള വീട് ഉൾപ്പെടുന്ന 4 സെന്റ് 70 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. ഈ വസ്തു ലോക്കൽ സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യേണ്ടതിന് പകരം സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തു. സഹോദരി സെക്രട്ടറിയായ സഹകരണ ബാങ്കിൽ ഇത് ഈടുവെച്ച് 30 ലക്ഷം രൂപ വായ്പ എടുത്തു. കെട്ടിടം ഉണ്ടാക്കാനാണ് ഇതെന്നാണ് കമ്മിറ്റികളിൽ വിശദീകരിച്ചത്. 20 ലക്ഷം രൂപ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും സഹകരണ സംഘം ജീവനക്കാരിൽ നിന്നും പലിശ വാഗ്ദാനം ചെയ്തു വാങ്ങി. പിന്നീട് കാഴ്ച എന്ന പേരിൽ വ്യാപാര പ്രദർശനം നടത്തി. ഇതിനു പുറമെ 500 രൂപയുടെ കൂപ്പൺ അടിച്ച് ലോട്ടറി മാതൃകയിൽ കാർ 1ാം സമ്മാനം വാഗ്ദാനം നൽകി പിരിവ് നടത്തി. ഇതിൻ്റെയൊന്നും കണക്കെവിടെയും അവതരിപ്പിച്ചില്ല. സ്മാരക മന്ദിരം യാഥാർത്ഥ്യമായതുമില്ല. ആരോപണ വിധേയനായ ലോക്കൽ സെക്രട്ടറിയുടെ അളിയനായ ഏരിയ സെക്രട്ടറി ഇതിനെല്ലാം കൂട്ടുനിന്നെന്നാണ് പരാതി. 2 വർഷമായി ഇത് സംബന്ധിച്ച പരാതികൾ പാർട്ടിക്ക് മുന്നിലുണ്ടെങ്കിലും പരിഗണിച്ചില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ചേർന്ന ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ വീണ്ടും വിഷയം ചർച്ചയായതോടെയാണ് ഗത്യന്തരമില്ലാതെ നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ് വിവരം. എല്ലാം പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നാണ് ചെയ്തതെന്നാണ് ലോക്കൽ സെക്രട്ടറിയുടെ വിശദീകരണം. കേരളത്തിലെ സമാനതകളില്ലാത്ത തോൽവിയെക്കുറിച്ചുള്ള CPM കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച രേഖ ഇപ്പോൾ പൊതുസമക്ഷമുണ്ട്. പാർട്ടി വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതെടുത്ത് വായിക്കണം. 20 പേജേ ഉള്ളൂ. അതിൽ 10 പേജാണ് കേരളത്തെക്കുറിച്ച്. ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരും പാർട്ടിയും അതിദയനീയമായി തോറ്റുപോകാൻ ഇത്രയും കാരണങ്ങളോ എന്നോർത്ത് അന്തം വിട്ടുപോകും. അത്ര സ്വയം വിമർശനപരമാണ് രേഖ. തൊട്ടതെല്ലാം പൊന്നായി എന്ന് പറയാറില്ല. ഇവിടെ തൊട്ടതെല്ലാം കുളമായി, അഥവാ സർക്കാരും പാർട്ടിയും കേഡറുകളും ചേർന്ന് കുളമാക്കി എന്ന് വിശദീകരിച്ച് എഴുതി വച്ചിരിക്കുകയാണ്. അതേപടി ജനസമക്ഷം വച്ച പാർട്ടി തീരുമാനം ധീരം, മാതൃകാപരം. കോൺഗ്രസ് നയിച്ച പ്രതിപക്ഷത്തിന്റെ പ്രചാരണ രീതിയും BJPയുടെ രാഷ്ട്രീയവും സർക്കാരിന്റെ നേട്ടങ്ങളും തമസ്കരിച്ച ഒരു വിഭാഗം മാധ്യമങ്ങളും എന്നൊക്കെയും കാരണങ്ങളിൽ കാണാമെങ്കിലും സിംഹഭാഗവും സ്വയം കൃതാനാർത്ഥമെന്ന് പാർട്ടിയുടെ കണ്ടെത്തൽ.